സൈഫ് അലി ഖാനെ ആക്രമിച്ച സംഭവത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന തള്ളിക്കളയാനാവില്ലെന്ന് ബാന്ദ്ര കോടതി. ആക്രമണം നടത്തിയ ബംഗ്ലാദേശ് സ്വദേശി മുഹമ്മദ് ഷെരീഫുൽ ഷെഹ്സാദിന്റെ കസ്റ്റഡി അപേക്ഷയിലെ വാദത്തിനിടെയാണ് കോടതി പരാമർശം. പ്രതിയെ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് രാവിലെയാണ് പ്രതി പോലീസ് പിടിയിലായത്. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, കോടതിയാണ് പറയുന്നത് അന്താരാഷ്ട്ര ഗൂഢാലോചന തള്ളിക്കളയാനാവില്ല എന്ന്. എന്തുകൊണ്ട്? കൃഷ്ണ, അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ബാന്ദ്ര കോടതിയുടെ നിലപാട് പുറത്തുവരുന്നത് തന്നെ ഇത്തരത്തിലൊരു ആരോപണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ആരോപണം ആ കാര്യം കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുകയും സ്വാഭാവികമായും വലിയൊരു കാലയളവിലേക്കുള്ള കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുന്നതിന് മുമ്പ് കോടതി ഇത്തരത്തിലൊരു ആരോപണം പോലീസ് ഉന്നയിക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല, ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നതിനെ ആധികാരികമായ രേഖകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ ബംഗ്ലാദേശിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു രേഖകളാണ് എന്നും വളരെ കൃത്യമായി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഗൂഢാലോചന തള്ളിക്കളയാനാവില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് കോടതി അറിയിക്കുന്നത്. ഈ സിയാഫുൾ എന്ന് പറയുന്ന ഈ വ്യക്തി, ഷെരീഫുൾ എന്ന് പറയുന്ന വ്യക്തി ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലെത്തിയിട്ട് ഏതാണ്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് വളരെ കൃത്യമായി പോലീസ് പറയുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും ഇയാൾ ജോലി ചെയ്യുകയും അവസാനം ബാന്ദ്രയിലെ സൈഫ് അലി ഖാന്റെ വീട്ടിലെത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഫ് അലി ഖാനെ അപായപ്പെടുത്തുന്നതിന് ചില അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് വളരെ കൃത്യമായി കോടതിയും അത് പറയുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയാനാവില്ല, അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുക തന്നെ വേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിടാനുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറെ പ്രസക്തമാകുന്നത് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ സാധ്യത നിലനിൽക്കുന്നുവെന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ശരി, സൈഫ് അലി ഖാനെ അപായപ്പെടുത്തിയത് ബംഗ്ലാദേശുകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന തള്ളിക്കളയാനാവില്ലെന്ന് ബാന്ദ്ര കോടതി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.